ജോലി ഇതാർക്കാണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഇല്ലാത്തത്? ഇത് ഇന്നലെ ഞാനിട്ട വീഡിയോയ്ക്ക് കമൻറ്റ് വന്നിരുന്നു. അത് നമുക്ക് സ്ഥിരം എല്ലാ കമൻറ്റ് പറയുന്നത് തന്നെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും ആ ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോലി ഇപ്പം എല്ലാവർക്കും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ജോലി ചെയ്യാതെ ജീവിക്കാനുള്ള മുതൽ കയ്യിലുള്ള ഒരുപാട് വ്യക്തികൾ കാണും, അല്ലേ? ചിലരുണ്ട് ഇത്ര വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ജോലി ചെയ്യാതെ റിട്ടയർമെൻറ്റ് വാങ്ങിയിട്ട് പിന്നെ വേറെ ജോലിക്ക് പോകുന്നവരുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷം മറ്റു ജോലിക്കൊക്കെ പോകുന്നുണ്ട്. എന്തായിരിക്കാം അവർ മറ്റൊരു ജോലിക്ക് പോകുന്നതിന് കാരണം? അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും സെയിൽസിലായിട്ട് കൊച്ചു പിള്ളേർ വരും. കൊച്ചു പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രായമൊന്നും ഇല്ലാത്ത ഒരു 20, 22 ആ ഒരു പ്രായമുള്ള പെൺകുട്ടികളും വരും, ആൺകുട്ടികളും വരും. അവർ കുറേ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് പറയും. ഞാനാണെങ്കിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം പറയും, എൻ്റെ കയ്യിൽ പൈസ ഇല്ല വാങ്ങി. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ പറയുന്ന അത്ര വലിയ എമൗണ്ട് എൻ്റെ കയ്യിൽ എടുക്കാനില്ല. അതുകൊണ്ട് വെറുതെ സമയം കളയണ്ട, നിങ്ങൾ മറ്റൊരു എടുത്ത് പോകുമെന്ന് പറയും. ഉണ്ടെങ്കിൽ എനിക്ക് വാങ്ങിക്കുന്നതിന് മടിയില്ല കേട്ടോ. അപ്പം നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ വിലപിടിപ്പുള്ള സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ പറയാം, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കും എത്രയൊക്കെ എമൗണ്ട്. അപ്പം പറയും, വേണ്ട, ഒന്നും പറയണ്ട, എനിക്കറിയാം, എനിക്ക് ആഗ്രഹമുണ്ട് വാങ്ങിക്കണം, പക്ഷേ എൻ്റെ കയ്യിൽ അത്ര എമൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇടാറുണ്ട്. അപ്പം നമുക്ക് ചിലരുണ്ട് ഇവരെ കൊണ്ട് സംസാരിപ്പിക്കും, എല്ലാം എടുപ്പിക്കും, അവരുടെ കയ്യിലുള്ള സകല വസ്തുക്കളും ബാഗിൽ നിന്ന് എടുത്ത് വെപ്പിച്ചിട്ട് ഒന്നും വാങ്ങിക്കാതെ വിടും. ഇവിടുത്തെ അമ്മയ്ക്ക് അങ്ങനത്തെ ഇതുണ്ട്. ഇങ്ങനെ ചോദിക്കും, പിള്ളേർ ചോദിക്കുന്ന കാണുമ്പോൾ പിള്ളേർ മൊത്തം എടുത്ത് കാണിക്കും, ലാസ്റ്റ് ഒന്നും വാങ്ങിയത്തില്ല. ഞാൻ ചോദിക്കും, എന്തിനാണ് വെറുതെ അവരുടെ സമയം കളയുന്നത് എന്ന് പറയും. കാരണം അത്രയും വലിയ ബാഗും തൂക്കി നടക്കുന്നു. അവരെന്തുകൊണ്ട് അവർക്കിഷ്ടപ്പെട്ട ജോലിയാണോ അവർ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ അല്ല. നമ്മൾ പലരും ഇഷ്ടമില്ലാത്ത കുറേ ജോലികൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഇന്നലെ കമൻറ്റ് ചെയ്ത ആളിന് എന്നോട് ദേഷ്യം തോന്നരുത്, ഞാൻ എല്ലാ ഭാഗവും പറയുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. കാരണം നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ അഭിപ്രായം തിരിച്ചു പറയണമല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് കമൻറ്റിലൂടെ മറുപടി കിട്ടി, അഭിപ്രായം കിട്ടി, ആ ഒരു അഭിപ്രായം കിട്ടി. അപ്പം തിരിച്ച് അതിനുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ചിന്തകളുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പം ജോലി എന്ന് പറയുന്നതും വലിയ കാര്യമല്ല, വിവാഹവും വലിയ കാര്യമല്ല എന്ന് പറയും. അപ്പം നമ്മൾ വേറെ ചേട്ടൻ പറഞ്ഞു, ഇതെല്ലാം ഒരു ഭാഗ്യം, ചിലത് ശരിയാകും, ചിലത് ശരിയാവില്ല. സത്യമാണ്. നന്നായി പഠിച്ചിട്ട് ജോലിയില്ലാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? ചിലർ കുറച്ചേ പഠിക്കത്തുള്ളൂ, പക്ഷേ നല്ല ജോലി കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ തലവരെ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്നതുപോലെയാണ്. പക്ഷേ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നു, എനിക്കിഷ്ടമുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമില്ല. കാരണം ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ഗവൺമെൻറ് ജോലി വേണമെന്ന് കരുതി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യമായിട്ടിരുന്ന് കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടിയില്ലെങ്കിൽ, വർഷങ്ങളോളം ഇരുന്ന് പഠിച്ചിട്ട് ജോലി കിട്ടാതെ പിന്നെ ഏജ് ഓവറായി പോകുന്ന ആളുകളുണ്ട്. ഞാനൊരു വർഷം പോലും തികച്ച് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പോട്ടെ ഒരു 3-4 മാസം പോലും PSCക്ക് വേണ്ടിയിട്ട് ശരിയായ രീതിയിൽ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വിഷമം എന്നില്ല എനിക്ക്. പക്ഷെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു എന്ന രീതിയുള്ളൂ. പക്ഷേ എനിക്കറിയാമായിരുന്നു ഞാനത് ആ ഒരു രീതിയിൽ പ്രാധാന്യത്തോടു കൂടി അതേന്നും പറഞ്ഞുകൊണ്ടിരുന്ന് പഠിക്കത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഒരു PSC കോച്ചിങ്ങിന് പോലും പോകാഞ്ഞത്. ഒരിക്കൽ ട്യൂഷൻ സെൻ്റർ വെച്ച് നടത്തിയിട്ട് ഒറ്റ ക്ലാസ്സിന് ഞാൻ പോയി, അതോടുകൂടി നിർത്തി. പക്ഷേ ഞാൻ പൈസയും കൊടുത്തു കേട്ടോ, 500 രൂപയും കൊടുത്തു, അന്നത്തെ സാറിൻ്റെ എമൗണ്ട്. എന്നുവെച്ചാൽ നമ്മളുടെ ഒരു പഠിത്തത്തിൻ്റെ രീതിയും അവിടെ ബാക്കിയുള്ളവരെല്ലാവരും ഒരുപാട് ക്ലാസ്സിലിരിക്കുന്നവരാണ്. ഞാൻ ആദ്യമായിട്ട് ക്ലാസ് കയറി, നമുക്ക് ആകെപ്പാടൊരു കൺഫ്യൂഷനാണ്. എനിക്ക് ആ മെത്തേഡ് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ പഠിക്കാൻ എന്നെക്കൊണ്ട് ഞാൻ ശ്രമിക്കില്ല. അപ്പം ഞാൻ ശ്രമിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് നിർത്തിവെച്ചത്. അപ്പം എനിക്കതിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുമായിരുന്നെന്ന്. എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അതാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്.
തീർച്ചയായിട്ടും ഒരുപാട് പേര് ഒരുപാട് സ്ട്രെസ്സുള്ള ഭയങ്കര ടൈറ്റായിട്ട് നമ്മളെ തളർത്തി കളയുന്ന തരത്തിലുള്ള ജോലി ചെയ്യുന്നവരുണ്ട്. കാരണം ഇന്നലെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പാൽ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ ഒരു കൊച്ചനുണ്ട്. അവിടുത്തെ അമ്മയുടെ കൊച്ചുമകളുടെ കൊച്ചുമാണ്. അപ്പം അതിനെ അവിടെ പകൽ സമയത്ത് അത് ജോലിക്ക് പോകുന്ന സമയത്ത് ഹസ്ബൻഡ് വീട്ടിലായി അവരുടെ വീട് പണിയായിട്ടോ മറ്റോ ഇങ്ങോട്ട് നിൽക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ ഇന്നലെ ചെന്നപ്പോഴത്തേക്കും ആ കൊച്ച് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന് ഇവിടെ നിർത്തിയിട്ട് പോയോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല, എൻ്റെ അമ്മ ഇന്നുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് പോയില്ല, ഇന്നലെ വന്നപ്പം വാടി തളർന്ന് കുത്തിയാണ് വന്നത്, അതുകൊണ്ട് ഇന്ന് പോകുന്നില്ലെന്ന് വന്ന് ലീവ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുകൊണ്ടായിരിക്കും ആ കാണുന്നവർക്ക് ആ ഒരു ഫീൽ ചെയ്തു. അതുപോലെ രാവിലെ തൊട്ട് എന്തൊക്കെയോ അവർ ചെയ്യുന്ന ആ ജോലി അത്രയും സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ളതായിരിക്കാം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുമായിട്ട് തളർന്നു വന്നുകൊണ്ട് ഒരു ദിവസം ലീവ് എടുക്കാമെന്ന് ചിന്തിക്കുന്ന രീതിയിലേക്കും തളർന്നു പോയി എന്ന് പറയുമ്പോൾ ആ ജോലിയുടെ ഭാരം എത്ര വലുതായിരിക്കും അല്ലേ. ഇതുപോലെ ഇഷ്ടംപോലെ ജോലി ചെയ്യുന്നവരുണ്ട്. ആരും ഇന്ന ജോലി എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ചെയ്യുന്നവരല്ല. പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ സാഹചര്യങ്ങളും ചിലപ്പോൾ ലക്കും അല്ലേ, ഭാഗ്യം കൊണ്ടും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ കൊണ്ടും ഒക്കെ ഓരോരോ ജോലിയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ചിലപ്പം ഭാഗ്യത്തിൻ്റെ പിന്തുണ ലഭിക്കാതെ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യാൻ കഴിയാത്തവരും ഉണ്ട് അല്ലേ. പക്ഷേ നമ്മൾ പഠിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ നമുക്കൊരു ജോലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ജോലി ഇല്ലാതെ ഒരു രക്ഷയില്ല. എല്ലാവരും എന്തായാലും ചെറുതായാലും വലുതായാലും ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരുടെയും ആവശ്യം എന്താണ്? സ്വന്തം കാലിൽ നിൽക്കണം. ഒരു 10 രൂപ നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് വീട്ടുകാരോട് ചോദിക്കാം, ഹസ്ബൻഡിനോട് ചോദിക്കാം. ഇത്രയും നാൾ അവരാണ് എനിക്കെല്ലാം ചെയ്തു തന്നത്. പക്ഷേ എന്ത് ചെയ്യും, അവർക്കും ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവരുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന തുക ഇന്ന കാര്യങ്ങൾക്ക് മാറ്റി വയ്ക്കാനുണ്ട്. അവർക്ക് മിച്ചം പിടിക്കാൻ എനിക്കൂടെ തന്നു കഴിഞ്ഞാൽ അവർക്ക് മിച്ചം പിടിക്കാൻ അധികമൊന്നും കാണില്ല. അപ്പോൾ അതെന്താണ്, എന്നെ മാനസികമായിട്ടൊരു വിഷമിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും വാങ്ങിച്ചു തരാൻ അവർക്ക് പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു വിഷമം തോന്നും. അതിലും നല്ലത് നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനുള്ള പ്രാപ്തി ഉള്ളിടത്തോളം കാലം ജോലി ചെയ്യുക എന്നുള്ളതാണ്. അല്ല, ഈ ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? ഇന്നൊരു കുട്ടിയായിട്ട് ഞാൻ ഇവിടുന്ന് അടുത്തുള്ള വീട്ടിലെ കുട്ടിയാണ്, അതുമായിട്ടാണ് ഞാൻ ട്യൂഷൻ സെൻ്ററിലോട്ട് പോയത്. അപ്പോൾ ആ കുട്ടി അടുത്ത ദിവസം അവധിയാണ്, അടുത്ത ദിവസം പൂജവെപ്പിനൊക്കെ കുറേ അവധി വരുന്നു, ഒരു 5 അവധി അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സംസാരിച്ചൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ സംസാരിച്ച് പോയ കൂട്ടത്തിൽ അമ്പലത്തിൽ നവാഹം വരുന്നു, അതിന് ലീവ് എടുക്കും. ഞാൻ പറഞ്ഞു, അതിനെന്തിനാണ് ലീവ് എടുക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ തമാശയായിട്ടാണോ സീരിയസ് ആണോ പറയുന്നത് അറിയത്തില്ല, അത് മിക്ക ദിവസം പോകാത്ത ടൈപ്പാണ്, ഒരു പ്രത്യേക ഒരു രീതിയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ കാരണം അതിപ്പം വേറെയും പിള്ളേർ പറഞ്ഞു, ഉത്സവം പ്രമാണിച്ച് ഞങ്ങൾ മിക്ക ദിവസവും പോകത്തില്ല, ഞങ്ങൾ അമ്പലത്തിൽ തന്നെ ആയിരിക്കുന്നു. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ലീവ് എടുത്തിട്ട് ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ പഠിക്കാതിരിക്കുന്നത് നല്ലത്, കുറച്ചുകൂടെ കഴിയുമ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് പോകും, അങ്ങനെയും ചിന്തിക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇപ്പോൾ സ്കൂളിൽ പോവാതെ വീട്ടിലിരുന്നിട്ട് എന്താ ബോറടിക്കത്തില്ല? അതും ബോറടിയാണ് ടീച്ചറെ, സ്കൂളിൽ പോയാലും ബോറടിയാണ്. ഞാൻ പറഞ്ഞു, എന്താ ചെയ്യുക, പിന്നെ എന്താണ് നിങ്ങൾക്ക് ബോറടി ഇല്ലാത്ത കാര്യം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒന്നും ചെയ്യണ്ട, ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. എങ്കിൽ അതൊരു ബോറടിയാണ് തന്നെ. പിന്നെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്ന കുട്ടികളിൽ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അവരുടെ ഒരു ലോകം അവരെന്തൊക്കെയാണ്. അപ്പം ഞാൻ പറയുകയും ചെയ്ത്, നിങ്ങൾ വീട്ടിൽ നിന്ന് വെറുതെ ബോറടിച്ച് സമയം കളയാമെന്നാണ്. സ്കൂളിൽ പോയാൽ നിങ്ങളുടെ കൂട്ടുകാരുണ്ട്, അവരോട് സംസാരിക്കാം, അവരെയൊക്കെ കാണാം ഇല്ലേ, ടീച്ചേഴ്സിനെയൊക്കെ കാണാം, ടീച്ചർമാരുടെ ക്ലാസ്സിലിരിക്കാം. ഇപ്പം നമുക്കത് ഇതും വേണ്ട, മതിയായിരുന്നെന്ന് തോന്നും. പക്ഷേ ഇത് കഴിയുമ്പോൾ നമ്മളത് ആലോചിക്കും, അയ്യോ പഠിക്കാൻ ഒന്നുകൂടെ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. എവിടെ കേൾക്കാൻ, അവർക്കതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയൊന്നും ഇല്ല. പിന്നെ നമ്മൾ പറയാനുള്ളത് നമ്മൾ പറയുക എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് തന്നെയാണെങ്കിൽ പറയുകയാണെങ്കിൽ പറഞ്ഞു കേൾപ്പിക്കാൻ വരുന്നത് കുട്ടികളാണെങ്കിൽ വൈകുന്നേരം പറഞ്ഞു കേൾപ്പിക്കാനായിട്ട് എല്ലാവരും ഒരു വഴിപാട് പോലാണ്. അപ്പം ഞാൻ സാറിന് ഇതൊക്കെ നമുക്ക് തുടങ്ങാം, പിന്നീട് അത് മാറ്റി എടുക്കും. ഇപ്പം മാറ്റിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും സ്പീഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട്. ചിലരെങ്ങനെ ജസ്റ്റ് ഒരു വളരെ ലേസി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കുറേ വാക്കുകൾ പറഞ്ഞ് ബാക്കി എഴുതാം. ഒരാൾ പറഞ്ഞു അത് കയ്യിൽ നിന്നിട്ട് എഴുതാം. ഞാൻ പറഞ്ഞു, എന്താണ് ഈ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്താണ് ഇവർ കയ്യിൽ നിന്നിട്ട് എഴുതുന്നത്? കയ്യിൽ നിന്നിട്ട് എഴുതാൻ എന്തെന്നാണ്? അവർ ഏറ്റവും സിമ്പിളായിട്ട്
ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ഓരോ പോയിന്റുകളാക്കി ഓരോ ബോക്സിലാക്കിയാണ് പുസ്തകത്തിൽ ഇപ്പം കൊടുത്തിരിക്കുന്നത്. അതുപോലെ പഠിച്ചെഴുതിയാൽ മതി, അതിൽ വേറെ ഒന്നുമില്ല. അതുപോലും പിള്ളേർ വിചാരിക്കുന്നത് ഇനി ഇതിനെ സിമ്പിളാക്കി കയ്യിൽ നിന്നായിട്ട് എഴുതാമെന്നാണ്. എന്താണ് അവർ മനസ്സിലാക്കുന്നതെന്ന് മാത്രം എനിക്കറിയില്ല. ഇന്നത്തെ കാലഘട്ടം പോകുന്ന ഒരു പോക്കാണ്. പണ്ട് വലിയ വലിയ ഓരോ പാരഗ്രാഫുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 3 സെൻറ്റൻസ് വരുന്ന ഒരു പാരഗ്രാഫ് പോലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും പഠിക്കണമെന്നാണ് ചോദിക്കുന്നത്. എല്ലാം അവരവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ അല്ലേ, നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഓക്കെ.